നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട്. ജയിൽ ഡിഐജി ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ച കണ്ടെത്തൽ. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ശുപാർശയുണ്ട്. ജയിൽ ചാടിയ ഗോവിന്ദചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നതായി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗോവിന്ദചാമി സെല്ലിൽ നിന്ന് ഇറങ്ങുന്നതും ജയിൽ കമ്പൗണ്ടിൽ നടക്കുന്നതുമായ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞെങ്കിലും തത്സമയം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. ജയിൽ ചാടിയ രാത്രി 12 മണിക്ക് ശേഷം ബ്ലോക്കുകളിൽ പതിവ് പരിശോധനകൾ പോലും ഉണ്ടായിട്ടില്ല എന്നും ജയിൽ DIGയുടെ കണ്ടെത്തലുണ്ട്. മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാകേണ്ട സെല്ലിലെ ലൈറ്റുകളും രാത്രി പ്രവർത്തിച്ചില്ല. ജയിൽ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് 6 മാസമായി പ്രവർത്തനരഹിതമായിരുന്നു. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിയാതിരുന്നത് കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. ഇങ്ങനെ സുരക്ഷാ വീഴ്ചകൾ അക്കമിട്ട് പറയുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ഉത്തരമേഖല ജയിൽ DIG V. ജയകുമാർ ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ജയിൽ ചാട്ടത്തിന് ശേഷം ഗോവിന്ദചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വഴി തെറ്റിയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായില്ല. സെല്ലിന്റെ കമ്പി മുറിക്കാനുള്ള ആയുധം ഗോവിന്ദചാമി സ്വയം നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 24 കണ്ണൂർ. ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചിരുന്നതായി നിർണായക വിവരം. ജയിൽ ചാടുമെന്നത് സഹതടവുകാർക്ക് അറിയാമായിരുന്നു. ഗോവിന്ദചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന വകുപ്പും ചുമത്തും. ഏറെ ആസൂത്രിതമായ 9 മാസത്തെ തയ്യാറെടുപ്പോടെ ഗോവിന്ദചാമി ജയിൽ ചാടുന്നത് ജയിലിൽ ചിലർക്ക് നേരത്തെ തന്നെ വിവരമുണ്ട്. സഹതടവുകാരിൽ 4 പേർക്ക് ജയിൽ ചാട്ടം കൃത്യമായി അറിയാമായിരുന്നു. സഹതടവുകാരായ ഷിഹാബ്, വിശ്വനാഥൻ, സാബു, ഗോവിന്ദചാമിയുടെ സെല്ലിൽ തന്നെയുള്ള തേനി സുരേഷ് എന്നിവർക്കാണ് വിവരം നേരത്തെ അറിയാമായിരുന്നത്. ഗുരുവായൂരിലേക്ക് പോകുമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. കഞ്ചാവ് നൽകിയത് NTPS കേസിൽ ശിക്ഷിച്ച ഷിഹാബാണ്. ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചു. പാലക്കാടുള്ള തമിഴ്നാട് സ്വദേശി ഷെൽവനെ വിളിച്ചു. പുറത്തു നിന്നും സഹായം കിട്ടിയില്ല എന്ന പ്രാഥമിക വിവരങ്ങൾ ഉണ്ടെങ്കിലും ഈ ഫോൺ കോൾ നിർണായകമാണ്. സെല്ലഴിമുറിച്ച് ജയിൽ കോമ്പൗണ്ടിൽ തന്നെ 4 മണിക്കൂർ മതിൽ ചാടാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു. ഇത് ജയിലിന്റെ CCTV പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഗോവിന്ദചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന വകുപ്പും ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. ജയിൽ ചാടിയാൽ 6 മാസം മാത്രമാണ് തടവ് ശിക്ഷയെന്ന് ഗോവിന്ദചാമി സഹതടവുകാരോട് പറഞ്ഞിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗുരുതരമായ വീഴ്ച വരുത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന കഥകളാണിപ്പോൾ പുറത്തു വരുന്നത്. ജയിലിൽ കഞ്ചാവ് ഉപയോഗിച്ച് ജയിലിനകത്തെ 4 പേരോട് ജയിൽ ചാടുമെന്ന വിവരം പങ്കുവെച്ചാണ്, അവരുടെ പിന്തുണയോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്നുള്ളതാണ് ഗോവിന്ദചാമി തന്നെ പോലീസിനോട് പറഞ്ഞത്. ഇക്കാര്യം പോലീസ് കൂടി സ്ഥിരീകരിക്കുമ്പോൾ ജയിൽ വകുപ്പിൻ്റെ ഗുരുതര വീഴ്ച വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ രാജേഷ് വള്ളരികൊണ്ടിനൊപ്പം കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും ദീപക് ധർമ്മടം, 24. കണ്ണൂർ ജയിലിൽ നിന്ന് തടവ് ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. വിയൂരിലെ ഏകാന്ത സെല്ലിലാണ് ഇനി ഗോവിന്ദചാമി കഴിയുക. ഉദ്യോഗസ്ഥരുടെ പ്രത്യേക നിരീക്ഷണവും ഉണ്ടാകും. കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. രാവിലെ 7 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട സംഘം 12 മണിയോടെ വിയൂരിലെത്തി. അതീവ സുരക്ഷാ ജയിലിൽ ഏകാന്ത തടവുകാരനായിരിക്കും ഇനി ഗോവിന്ദചാമി. ഭക്ഷണം കഴിക്കാൻ പോലും സെല്ലിൽ നിന്ന് പുറത്തിറക്കില്ല. സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. 24 മണിക്കൂർ CCTV നിരീക്ഷണവും സെല്ലിൽ ഒരുക്കിയിട്ടുണ്ട്. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലും അതിൻമുകളിൽ 3 മീറ്റർ ഉയരത്തിൽ കമ്പിവേലിയും സ്ഥാപിച്ചാണ് അതീവ സുരക്ഷാ ജയിൽ തിരിച്ചിരിക്കുന്നത്. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറും ഇതിൽ 24 മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധധാരികളായ ഉദ്യോഗസ്ഥരുമുണ്ട്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കുറ്റവാളികളാണുള്ളത്. 24 തൃശൂർ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എങ്ങനെ AI സഹായത്തോടെ തയ്യാറാക്കിയ വീഡിയോ കാണാമിനി. ചോരക്കറ ഘനീഭവിച്ച് കല്ലിച്ചുപോയ മനസ്സുമായി അയാൾ ഇക്കാലമത്രയും കാത്തിരിക്കുകയായിരുന്നു. കൈവിലങ്ങുകൾക്കും ഇരുമ്പഴികൾക്കും തടവിലാക്കാൻ കഴിയാത്ത ആസക്തികളിലേക്ക് സ്വയം തുറന്നുവിടാൻ. ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഒരു നിമിഷം പോലും പശ്ചാത്തപിച്ചിട്ടില്ല. ആ മനസ്സിലത്രയും പുറത്തേക്കുള്ള വഴികളുടെ ആസൂത്രണം തന്നെ ആയിരിക്കണം നീണ്ട കണക്കുകൂട്ടൽ. അതീവ സുരക്ഷയുണ്ട് എന്ന് പറയപ്പെടുന്ന 10-ാം നമ്പർ ബ്ലോക്ക്, അഴികൾ മൂർച്ചയുള്ള എന്തോ ആയുധം കൊണ്ട് മുറിച്ചുമാറ്റി എന്ന അനുമാനം.
ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ കമ്പിയിൽ എണ്ണ പുരട്ടി, കാണാതിരിക്കാൻ തുണി കെട്ടി മറച്ചു. സഹതടവുകാരനുമായി ചേർന്ന് നടത്തിയ ആഴ്ചകളുടെ ആസൂത്രണം കമ്പി വിടവിലൂടെ പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത് ഗോവിന്ദച്ചാമിക്ക് മാത്രം. ഇരുട്ടിനെ മറയാക്കി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അയാൾ മതിലിനരികിലെത്തി. ഇടതുകൈയുടെ ശക്തി കൂടി വലതുകൈയിലേക്ക് ആവാഹിച്ചാകണം തുണിവടത്തിലൂടെ അയാൾ വലിഞ്ഞു കയറിയത്. നിഷ്കളങ്കമായൊരു ജീവനെ മരണത്തിലേക്ക് തള്ളിവിട്ട അതേ കൈക്കരുത്ത്. പ്രധാനപ്പെട്ട ഒരു വാർത്ത, സൗമ്യ കൊലക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇയാൾ കടന്നു കളഞ്ഞത്. ഇന്ന് നാട് ഉറക്കമുണർന്നത് ഞെട്ടിക്കുന്ന ആ വാർത്ത കേട്ടാണ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടി. പിന്നീട് ആശങ്കയുടെ മണിക്കൂറുകൾ. ഇത്രയും നാൾ അടക്കി വെച്ചിരുന്ന മൃഗവാസന ഒന്നിച്ചണപൊട്ടുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന ആദി. റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ബീച്ചുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ. പിടികൂടുന്നവർക്ക് പാരിതോഷിക പ്രഖ്യാപനം. രാവിലെ 9 മണി പോലീസിനൊരു ഫോൺ കോൾ. ഗോവിന്ദച്ചാമിയോട് രൂപസാദൃശ്യമുള്ള ഒരാളെ തളാപ്പ് മേഖലയിൽ കണ്ടു. പിന്നാലെ പ്രതി കണ്ണൂരിൽ തന്നെ ഉണ്ട് എന്നുറപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. തലയിലെ തുണിക്കെട്ടിനുള്ളിൽ പാതിമുറിഞ്ഞ് ഇടതുകൈ ഒളിപ്പിച്ചായിരുന്നു അയാളുടെ നടത്തം, തെല്ലും കൂസലില്ലാതെ. തളാപ്പിലെ ചായക്കടയ്ക്കടുത്ത് ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞത് കണ്ണൂർ സ്വദേശി വിനോജ് MA. വിനോജും മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ സന്തോഷും ചേർന്ന് പിന്തുടർന്നു. ആരോ പിന്നാലെയുണ്ട് എന്നറിഞ്ഞാകണം ഗോവിന്ദച്ചാമി നടപ്പിന് വേഗം കൂട്ടി. ഗോവിന്ദച്ചാമി പിന്നാലെ കൂടിയവർ നീട്ടി വിളിച്ചു. തന്നെ തിരിച്ചറിഞ്ഞെന്ന് കൊടും കുറ്റവാളി തിരിച്ചറിഞ്ഞ ആ നിമിഷം നടത്തം ഓട്ടത്തിലേക്ക്. പിന്നാലെ നാട്ടുകാരും. ഒറ്റക്കൈക്കരുത്തിൽ വീണ്ടും മതിലുചാടി ഗോവിന്ദച്ചാമി ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ മറഞ്ഞു. പോലീസ് സ്ഥലം വളഞ്ഞു. പരതിയ കണ്ണുകളിലൊന്നും ഗോവിന്ദച്ചാമി അന്നേരം പെട്ടില്ല. പിടികൊടുക്കാതിരിക്കാൻ അവസാന ശ്രമവും നടത്തുകയായിരുന്നു അയാൾ. പോലീസിന്റെയും നാട്ടുകാരുടെയും കൺവട്ടത്ത് നിന്ന് ഒളിയിടം കണ്ടെത്തിയത് സമീപത്തെ കിണറ്റിൽ. സമയം 10:45. നാടിനെയാകെ മുൾമുനയിൽ നിർത്തിയ അതിസാമർഥ്യത്തിന് ഒടുവിൽ പിടിവീണു. സിനിമയെ വെല്ലുന്ന പ്രിസൺ ബ്രേക്കിന്റെ ക്ലൈമാക്സ്. നന്ദി നാടിന്റെ ജാഗ്രതയ്ക്ക്. കൊടും കുറ്റവാളി വീണ്ടും ജയിലിലായെങ്കിലും പിടിതരാത്ത ചോദ്യങ്ങൾ ഒട്ടേറെയാണ് ബാക്കി. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ CPIM നിയന്ത്രണത്തിലുള്ള സ്കൂൾ ഭരണസമിതി പിരിച്ചുവിട്ടു. പകരം മാനേജരെ നിയമിക്കുന്നതുവരെ കൊല്ലം DEOയ്ക്കാണ് താൽക്കാലിക ചുമതല. സുരക്ഷ ഒരുക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം എയ്ഡഡ് സ്കൂളിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ചുമതല സ്കൂൾ മാനേജ്മെന്റിനാണ്. ഇത് നിർവഹിക്കുന്നതിൽ തേവലക്കര സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച പറ്റി. സ്കൂൾ മാനേജർ R. തുളസീധരൻ പിള്ളയുടെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. മാനേജറെ അയോഗ്യനാക്കി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് സ്കൂളിന്റെ നിയന്ത്രണം. മാനേജർ അയോഗ്യനാക്കിയിട്ട് ആ മാനേജറുടെ സ്ഥാനത്തേക്ക് DEO ചുമതലപ്പെടുത്തുകയാണ്. സ്കൂൾ സർക്കാരാണ് DEOയുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവരുടെ പേരിൽ കർശന നിലപാടെടുക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം തീരുമാനമെടുക്കേണ്ടത് കൊല്ലം DEO ആയിരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തെ അംഗീകരിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്. അതിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. എനിക്ക് ചോദിച്ച വിശദീകരണത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പരിശോധിച്ചിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് മറ്റ് വിഷമങ്ങളൊന്നുമില്ല. DEOയ്ക്ക് നൽകിയ ഭരണ ചുമതലയ്ക്ക് കാലപരിധി നിശ്ചയിച്ചിട്ടില്ല. സ്കൂളിന്റെ വികസനം ഉറപ്പാക്കിയ ശേഷം മാത്രമാകും മാനേജ്മെന്റിനെ പുനഃസംഘടിപ്പിച്ചാലും അത് പരിഗണിക്കുക. 24 തിരുവനന്തപുരം. രാജസ്ഥാനിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അധ്യാപകർക്ക് ഗുരുതര വീഴ്ചയെന്ന് ദൃക്സാക്ഷികൾ. മേൽക്കൂരയിൽ നിന്ന് കല്ലുകൾ വീഴുന്നു എന്ന് കുട്ടികൾ അധ്യാപകരെ അറിയിച്ചിരുന്നു. എന്നാൽ കുട്ടികളോട് ക്ലാസ്സിൽ തന്നെ തുടരാൻ ആയിരുന്നു അധ്യാപകരുടെ നിർദ്ദേശം. സംഭവത്തിൽ 5 സ്കൂൾ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു.
ഇന്നലെയാണ് രാജസ്ഥാൻ ഝലാവറിലെ സർക്കാർ സ്കൂൾ കെട്ടിടം തകർന്ന് 7 കുട്ടികൾ മരിക്കുകയും 27 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അസംബ്ലിക്ക് തൊട്ടു മുൻപായിരുന്നു അപകടം. ക്ലാസ് റൂമിലെ മേൽക്കൂരയിൽ നിന്ന് പാളികൾ അടർന്നു വീഴുന്നത് കണ്ട കുട്ടികൾ ഇക്കാര്യം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ അത് അവഗണിച്ചെന്നും പ്രാർത്ഥനയ്ക്കായി ക്ലാസ് മുറിയിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചുവെന്നുമാണ് കുട്ടികളുടെ വെളിപ്പെടുത്തൽ. ഒരു അധ്യാപിക ഈ സമയം പുക കഴിക്കുകയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. हम बाहर थे, साफ सफाई कर रहे थे और बच्चे भीतर बैठे थे. तभी अचानक कंकर गिरने लगे. बच्चों ने कहा दीदी कंकर गिर रहे. अचानक से हम तो बाहर थे, बड़ी बड़ी लड़कियां, और अचानक से छत गिर गई और बच्चे दब गए. उसके बाद चिल्लाने की आवाज़ आई और सब बाहर भागे, मार साहब भी और हम भी बाहर भागे. കല്ലുകൾ വീഴാൻ തുടങ്ങിയ സമയം തന്നെ കുട്ടികളെ ക്ലാസ് മുറികളിൽ നിന്നും മാറ്റിയിരുന്നെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചേനെ. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുള്ള സ്കൂളുകളുടെ പട്ടിക നേരത്തെ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ സ്കൂൾ ആ പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സംഭവത്തിൽ വീഴ്ച വരുത്തിയ 5 സ്കൂൾ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 24 ഡൽഹി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അധിക്ഷേപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശൻ ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവെന്ന് പരിഹാസം. പ്രതിപക്ഷ നേതാവ് ഈഴവ വിരോധിയെന്നും പരാമർശം. മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന കിട്ടുന്നുവെന്ന ആരോപണവും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് മറന്നുകൊണ്ടോ, വി ഡി സതീശൻ. ഇങ്ങനെ കേരളം കടലിൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. പന്നനെന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ടാവും. VS അച്ഛൻ ഇവിടെ പിണറായിയൊക്കെ കായികമുണ്ട്, അവിടെ നന്ദയുടെ പ്രായമുണ്ട്, കായികമുണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ കേട്ടാൽ അയാളെ കണ്ട് ക്ലിൻ്റൺ ആണെന്ന് തോന്നുന്നു. ഈ തറ എനിക്ക് വയസ്സ് 88 ഉണ്ട്. പിന്നെ 89ാമത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടിയുണ്ട്. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്. ഇത്തരം പറയുന്നൊരു വീഡിയോയെ ഞാൻ ജനിച്ചു കണ്ടിട്ടില്ല. ഏത് മാത്രമല്ല ഒരു ഈഴവ വിരോധി. ശ്രീനാരായണ ഗുരു എന്തു പറയാൻ പാടില്ലെന്ന് പറഞ്ഞു, അതാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അദ്ദേഹത്തോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ. ആര് കേരളത്തിൽ ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും, ഞങ്ങൾ പറയും. ആര് വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. അതിനെതിരെ പറഞ്ഞിരിക്കും. ഒരു സംശയവും വേണ്ട. അത് തെരഞ്ഞെടുപ്പൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. രാഹുൽ വിജയനോട് വിവരങ്ങളുമായി ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് വെള്ളാപ്പള്ളി പറയുന്നത്? ഉന്മേഷ്, വിവാദ പരാമർശങ്ങൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശമാണ് ആദ്യം ഇന്ന് നടത്തിയത്. മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിൽ SNDP നേതൃയോഗവുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെയായിരുന്നു ഇത്തരം വിവാദ പരാമർശം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യം പറഞ്ഞത് മലപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവേചനം നേരിടുന്നുണ്ട്, കൂടുതൽ സ്ഥാപനങ്ങൾ ആർക്കാണ് ഉള്ളത്, മുസ്ലിം സമുദായത്തിനാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെതിരെ കൊടുവാളുമായിട്ട് ആളുകൾ ഇറങ്ങും, താൻ ഈ പറഞ്ഞ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല, ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമെന്നുള്ള കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനിടയിലാണ് തന്നെ ഇതിനിടയ്ക്ക് തിരുത്താൻ ശ്രമിച്ച വി ഡി സതീശനെതിരായിട്ടുള്ള പരാമർശം വന്നിരിക്കുന്നത്. മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആദ്യമുള്ള പരാമർശം. അതിന് പിന്നാലെ ഈഴവ വിരോധിയാണ് വി ഡി സതീശനെന്നും ഈഴവനായിട്ടുള്ള കെ സുധാകരനെ ആദ്യം ഒതുക്കി. അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, വി ഡി സതീശന് വെള്ളാപ്പള്ളിയോട് വിരോധമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാമർശങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിവാദ പരാമർശങ്ങൾ അത് തുടർക്കഥയായിട്ടും യാതൊരു തരത്തിലുള്ള കുറവും വെള്ളാപ്പള്ളി നടേശൻ അത്തരം പരാമർശങ്ങളിൽ വരുത്തുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ മലപ്പുറത്തും പിന്നീട് കോട്ടയത്തും അതിനുശേഷം എറണാകുളത്തും ഇപ്പോൾ എന്തായാലും ഈ മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിലും സമാനമായിട്ടുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. അതിൽ ഒരു പരിധി കൂടി കടന്ന് വി ഡി സതീശനെതിരായിട്ടുള്ള പരാമർശം അത് വലിയ കടുപ്പത്തിൽ തന്നെയാണ് അത്തരം പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ കേസുകൾ എടുക്കുകയോ അല്ലെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.
രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. LDF ഭരണം തുടരുമെന്ന് തിരുവനന്തപുരം DCC അധ്യക്ഷൻ പറയുന്ന ഒരു സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള സംഭാഷണമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്ന പരാമർശം പാലോട് രവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കുറെ കോൺഗ്രസ് പ്രവർത്തകർ BJPയിൽ ചേരും, മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും CPIഎമ്മിലേക്കും പോകും, കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നുമാണ് പാലോട് രവി ഒരു കോൺഗ്രസ് നേതാവിനോട് പറയുന്ന സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരും. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. പെരുവ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ജലനിരപ്പ് ഉയർന്നതിനാൽ കൊല്ലം തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അലക്സ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് പുതുക്കുമ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ട് വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഉന്മേഷ, സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നേരത്തെ ഓറഞ്ച് അലർട്ട് നൽകിയ ജില്ലകളിൽ നിന്ന് കൂടുതൽ ജില്ലകളിലേക്ക് 9 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇന്ന് 9 ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ആകെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ അതിശക്തമായ മഴ പലയിടങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകൾ, വടക്കൻ കേരളത്തിലെ ചിലയിടങ്ങൾ, മധ്യ കേരളത്തിലെ ചിലയിടങ്ങളിലൊക്കെ മഴ ശക്തമാകും, അതിശക്തമാകും. അതുപോലെ ശക്തമായ കാറ്റ് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. പലയിടങ്ങളിലും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ഇത്തരത്തിൽ അതിശക്തമായ കാറ്റിനോ ശക്തമായ കാറ്റിനോ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ കാറ്റ് ഇത്തരത്തിൽ വീശുന്ന പശ്ചാത്തലത്തിൽ മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങൾക്കും സാധ്യത കൂടുതലാണെന്ന് കാണുന്നുണ്ട്. കാരണം അത്തരം അപകടങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. സമാനമായ ഒരു അപകട വിവരം കൂടി സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥനാണ് മരിച്ചത്. പെരുവ സ്വദേശി ചന്ദ്രനാണ് ഇത്തരത്തിൽ ദാരുണമായി മരിച്ചത്. അത്തരത്തിൽ ജാഗ്രത തുടരണം, ഇത്തരം അപകടങ്ങളിൽ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ശരി, തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ അടുത്ത 3 ദിവസം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ശരി, അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മഴയുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴയാണ്. കട്ടിപ്പാറ മണ്ണാത്തി ഏറ്റുമലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കട്ടിപ്പാറ താഴ്വാരത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായെന്ന വിവരം കൂടി ഇപ്പോൾ ഗോകുൽ അറിയിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. കനത്ത കാറ്റിലും മഴയിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വ്യാപക നാശനഷ്ടങ്ങൾ. കോട്ടയത്തും പത്തനംതിട്ടയിലും മരം കടപുഴകി നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇടുക്കിയിൽ വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. കോട്ടയം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണുണ്ടായത്. ആർമാനൂരിൽ വയോധികർ വീട്ടിനുള്ളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റക്കരയിൽ ഒരു സ്ത്രീയും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങൾ അറിയുന്നില്ല, ഈ തേക്കുമരം വന്ന് പയ്യെ വീഴുന്ന കാര്യം ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു. അത് വീണ് ഈ മേൽക്കൂര താഴെ വീഴുമ്പോഴാണ് ഞങ്ങൾ വീട് ഇടിഞ്ഞു പോരുവാന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ വേഗം അടുത്ത വീട്ടിലോട്ട് ഞങ്ങൾ ഓടിപ്പോവുക ചെയ്ത് അവരെ വിളിച്ച് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഭയങ്കര അത്ഭുതകരമായിട്ട് ഞങ്ങൾ 3 പേര് അതിന് രക്ഷപ്പെട്ടത്. വൈക്കത്ത് സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പത്തനംതിട്ട പ്രമാടത്ത് വീടിന്റെ മുകളിലേക്ക് തേക്കുമരം വീണു. ശുചിമുറിയും പശുത്തൊഴുത്തും തകർന്നു. ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട സ്ഥിതിയാണ്. വൈദ്യുതി ബന്ധം പലയിടത്തും തകരാറിലായി. തൃശൂരിലെ അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ റോഡിൽ കൂറ്റൻ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. ശക്തമായ മഴയിൽ കോട്ടപ്പുറം കണ്ണപ്പറ മേലേതിൽ പരമേശ്വരന്റെ വീട് തകർന്നു. കൊണ്ടാഴി മായന്നൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ വീട്ടിൽ കിണർ ഇടിഞ്ഞു താണു. കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിലെ തെന്മല ഡാം തുറന്നു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കലിൽ കനത്ത മഴയിൽ കട ഇടിഞ്ഞു വീണു. ശാസ്താംകോട്ട സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ കടയാണ് കനത്ത മഴയിൽ തകർന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ ചുഴലിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറത്ത് 25-ലേറെ വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ചു. കോഴിക്കോട് ജില്ലയിലെ കല്ലാച്ചിയിലും വിലങ്ങാടും താമരശ്ശേരിയിലും മിന്നൽ ചുഴലി വീശിയടിച്ചു. മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു. വൈദ്യുതി പോസ്റ്റുകളും നിലംപൊത്തി.
മാവൂരിലും കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ചാലിയാറിലും ഇരവഞ്ഞിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് ഉയർന്നതോടെ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതിനിടെ ബേപ്പൂരിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയ ഫൈബർ വെള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. ബോട്ടിലുണ്ടായിരുന്ന 5 പേരെ സാഹസികമായി രക്ഷപ്പെടുത്തി. കണ്ണൂർ പാലക്കോട് അഴിമുഖത്ത് തോണി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. പുഞ്ചക്കാട് സ്വദേശി അബ്രാഹിമിനെയാണ് കടലിൽ കാണാതായത്. കണ്ണൂർ ഉളിക്കൽ വയത്തൂരിൽ ശക്തമായ കാറ്റിൽ 10ഓളം വൈദ്യുതി തൂണുകൾ തകർന്നു. കാസർഗോഡ് ചട്ടഞ്ചാലിലും മലപ്പുറം അകമ്പാടത്തും വീടിന് മുകളിലേക്ക് മരം വീണു. അകമ്പാടം സ്വദേശിക്ക് നിസ്സാര പരിക്ക് പറ്റി. 25-ലേറെ വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. പലയിടത്തും വൈദ്യുതി ബന്ധം പാടെ താറുമാറായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രി. ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. ഷഫീദ് റാവുത്തർ ചേരുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് യോഗ തീരുമാനങ്ങൾ? ചാമി ജയിൽ ചാടിയ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി അടിയന്തരമായി ഇന്ന് ഒരു ഉന്നതതല യോഗം വിളിച്ചത്. ആ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസിന്റെയും അതേപോലെ തന്നെ വകുപ്പ് തല പരിശോധനയും നടക്കുന്നുണ്ട്. ഇതിന് പുറമെ ഒരു പ്രത്യേക സമഗ്ര അന്വേഷണത്തിന് ഒരു പുതിയ ടീമിനെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. കണ്ണൂരിലെ സംഭവത്തിൽ കുറച്ച് വിശദമായ കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ചയായി. ഈ കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ സംഭവം അത്യന്തം ഗൗരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. അതിന് പിന്നാലെയാണ് ജയിലുകളിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാൻ തീരുമാനമെടുത്തു. സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും. ഇതിനുള്ള നടപടി അടിയന്തരമായി തുടങ്ങും. ഈ ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്ത് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകളിൽ പലരെയും ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇത്തരക്കാർക്ക് അന്തർ സംസ്ഥാന ജയിൽ മാറ്റം കൂടി ആലോചിക്കുമെന്നും സംസ്ഥാനത്ത് പുതിയ ഒരു ജയിൽ കൂടി ആരംഭിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ സംസ്ഥാനത്തെ ജയിലുകളിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഏതാണ്ട് 10,365 കണക്ക്. അത് ശേഷിക്കും കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത പുറത്തു വന്നിരുന്നു. ഇത് പുതിയ ജയിൽ സംസ്ഥാനത്ത് സ്ഥാപിക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉന്മേഷ്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ എന്നിവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിലാണ് ഈ നിർണായക തീരുമാനം ഉണ്ടായത്. മുഖ്യമന്ത്രിയാണ് യോഗം വിളിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങി സാന്ദ്ര തോമസ്. പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചാണ് സാന്ദ്ര തോമസ് സംഘടനാ ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത്. സംഘടന കൈയടക്കിയ കുത്തകകളുടെ മാറ്റത്തിനായാണ് തന്റെ മത്സരമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലവിലെ ഭരണസമിതിയിലെ ചിലർക്കെതിരായ നിയമ നടപടിക്ക് പിന്നാലെയാണ് സാന്ദ്ര തോമസ് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിനൊരുങ്ങുന്നത്. പർദ്ദയണിഞ്ഞാണ് സാന്ദ്ര പത്രിക നൽകാനെത്തിയത്. നിർമ്മാതാക്കളുടെ തുറിച്ചുനോട്ടം ഒഴിവാക്കാനാണ് പർദ്ദ ധരിച്ചതെന്ന് സാന്ദ്ര പറഞ്ഞു. എൻ്റെ പ്രതിഷേധത്തിന്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഘടനയ്ക്കുള്ളിൽ ഒരു കുത്തകയുണ്ടെന്നും അതിനെതിരെയാണ് തന്റെ മത്സരമെന്നും സാന്ദ്ര പറയുന്നു. പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന കുറച്ച് പേരുടെ ഒരു 10-15 പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണിത്. മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അത് എല്ലാവർക്കും, ഇത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. തന്നെ പത്രിക തള്ളാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് തനിക്കെതിരായ മാനനഷ്ട കേസെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. എന്നാൽ നിരവധി നിർമ്മാതാക്കളുടെ പിന്തുണ തനിക്കുണ്ട്. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവർക്കെതിരെ സാന്ദ്ര തോമസ് ആരോപണമുന്നയിച്ചിരുന്നു. നിർമ്മാണ മേഖല സ്ത്രീവിരുദ്ധമാണെന്നും സംഘടനയിൽ പവർ ഗ്രൂപ്പ് ശക്തമാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ സാന്ദ്ര തോമസ് ആരോപിക്കുന്നു. 24 കൊച്ചി. ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണാം. നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ ഒരു മതത്തിൻ്റെ ആധിപത്യം ഇവിടെ വന്നത് ശരിയല്ല എന്ന് മറ്റു വിഭാഗങ്ങൾക്ക് ഒരു വലിയൊരു വികാരം ഇവിടെ ഉണ്ടായി എന്നുള്ളവർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാന്തപുരം ഒരു സമവാക്യത്തിന് തയ്യാറായി. എങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനെ
ആ മതപണ്ഡിതൻ കൂടെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കാവുന്ന രീതിയിൽ മതപണ്ഡിതന്മാർ കുറച്ചുകൂടെയൊക്കെ മാന്യമായും വിനയമായും സൗഹാർദ്ദപരമായും പ്രശ്നങ്ങളെ ഇടപെടാൻ തയ്യാറാകണം. അയ്യോ, ശക്തമായിട്ട് ഉറച്ചു നിൽക്കുകയാണ്. അല്ല, എൻ്റെ കോലം കത്തിക്കാൻ ഞാൻ എന്നാ ചെയ്തിട്ടാണ്? അവരല്ലേ എൻ്റെ കൊലം കത്തിച്ചത്. ഞാൻ സത്യം പറഞ്ഞതിന് എൻ്റെ കോലം കത്തിക്കുക. നിങ്ങൾ പറയാം ഈഴവർക്ക് പഠിക്കാൻ ഒരു പള്ളിക്കൂടത്താ, നിങ്ങൾ ഒരു കോളേജ് ഇതാ, എന്താ തരാത്തത്? മുസ്ലിം മാത്രമല്ല അവിടെ ഉള്ളത്, നായരില്ലേ, ഇവിടെ ക്രിസ്ത്യാനിയില്ലേ, മറ്റു വിഭാഗങ്ങളില്ലേ? ശേഷം പറഞ്ഞത് അദ്ദേഹം ഇപ്പോഴും ഒരു ശ്രീനാരായണീയനാണ്. അയാളൊരു ശ്രീനാരായണീയനല്ല. എന്താ ശ്രീനാരായണി എന്ന് പറഞ്ഞത്? രണ്ടും കേട്ട വർത്താനിലാണല്ലോ പറഞ്ഞത്. ശ്രീനാരായണി എന്ന് പറഞ്ഞാൽ അങ്ങനെ നീയൊന്നും ഇവിടെ ഇല്ല. അതായത് ഈഴവരാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കാര്യമില്ല. അല്ല, അത് പിന്തുണ ഉണ്ടാകുന്ന കാര്യം വേറെ. അതുകൊണ്ട് അയാളെ കുട്ടി തറ പറയാനവരാരുണ്ട്? നിങ്ങൾ ആലോചിച്ചോ, ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലും അയാൾ കാട്ടിക്കൂട്ടുന്നതും കൈയെടുത്ത് വർത്തമാനം യുഎസിൻ്റെ ഇങ്ങനെ നിങ്ങൾ ഞാൻ ഇത്തരം വയസ്സിൽ പല പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ട് ഇത്തരം ഒരു സ്റ്റാൻഡേർഡില്ലാത്ത തറയായ ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല KPCC പ്രസിഡന്റ് ഒതുക്കിയില്ലേ? മാത്രമല്ല ഇന്ന് കോൺഗ്രസിനകത്ത് ഈഴവൻ എവിടെ ഉണ്ടപ്പാ? ഇപ്പോൾ ഈ ആകെ ഒന്നും അടൂർ പ്രകാശനെ കൊണ്ട് കൊതിയിട്ടായിരിക്കാൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഒതുക്കിയല്ലേ ഈഴവനെ കോൺഗ്രസിനകത്ത് നിന്ന്? എന്തുമാത്രം ആളുണ്ടായിരുന്നു? അപ്പോൾ ഈഴവനവിടെ ഉണ്ട്, കുറേ വോട്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഈ കപ്പാട് 12 വീഴെന്ന് വിചാരിക്കണ്ട. ആര് അതെ, അല്ല, അങ്ങനെ ഒരു മുന്നണിക്ക് നിൽക്കാനായിട്ടുള്ളൊരു തീരുമാനമൊന്നുമില്ല. ഇവിടെ സാമൂഹ്യ നീതി നടപ്പാക്കണം. ഇപ്പോൾ ഈഴവന് മാത്രം ഇതെല്ലാം തന്നൊന്നല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ വിഭാഗങ്ങൾക്കും ഈ ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത്. ഈ രാജ്യത്ത് എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി, വിദ്യാഭ്യാസ നീതി, രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി ഇതെല്ലാം നടപ്പാക്കുമ്പോൾ തുല്യമായി അത് കൊടുക്കണം. അത് കൊടുക്കാതെ ചില വിഭാഗങ്ങൾക്ക് മാത്രം കൊടുത്താൽ എങ്ങനെ? നിങ്ങളൊന്നും ആലോചിച്ച് തല മാത്രം വളർന്നാൽ മതിയോ? തലയ്ക്കൊത്ത് ശരീരത്തിന് കാലും കൈയും ബോഡിയും എല്ലാം വളരണം. കേരളത്തിൽ നടക്കുന്നില്ല. ചില വിഭാഗങ്ങൾക്ക് മാത്രം വാരിക്കോരി കൊടുക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നോക്കിയിട്ട് നമുക്ക് അപ്പം ആലോചിക്കാം. സതീശനെ കൂട്ടുള്ള ആളുകളാണ് എങ്കിൽ സംഗതി സ്വാഹ. സതീശനെതിരെയുള്ള ആരോപണം ശക്തമായിട്ട് ഉറച്ചു നിൽക്കുകയാണ്. ഒട്ടും കൂടിയില്ല. ഇനി ഇച്ചിരി കടുപ്പിച്ച് പറയും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നു. VD സതീശനെതിരായ വിമർശനം അദ്ദേഹം ആവർത്തിക്കുന്നു. സംസ്ഥാനത്ത് LDF ഭരണം തുടരും എന്ന തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലൂർ രവിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്ത്. കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് പറയുന്ന സംഭാഷണമാണ് പുറത്തായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാമതാകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നുമാണ് ടെലിഫോൺ സംഭാഷണം. തച്ചുകൊടുത്താലേ നമ്മൾ 3ാം സ്ഥാനത്ത് പോവുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3ാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായി. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇതെങ്ങനെ ചോർന്നു ഉമേഷ് ഈ സംഭാഷണം? എന്തായാലും അക്കാര്യത്തിലേക്ക് വരണം. എന്തായാലും ഇത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായ ജലീലുമായി DCC പ്രസിഡന്റ് നടത്തിയ സംഭാഷണമാണ്. ഏകദേശം 8 മിനിറ്റ് ഉണ്ട് ഈ സംഭാഷണം. സ്വാഭാവികമായി ഇവർ തമ്മിൽ മാത്രമാണ് ഈ സംഭാഷണം ഉള്ളത്. സ്വാഭാവികമായി ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഇത് ചോർന്നു പോകാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വലിയ സ്വയം വിമർശനമാണ് DCC പ്രസിഡന്റ് എന്ന നിലയിൽ പാലോട് രവി നടത്തുന്നത്. കോൺഗ്രസ് വലിയ ക്രൈസിസിലേക്ക് കടന്നു പോവുകയാണ്. ആർക്കും വേണ്ടാത്ത പാർട്ടിയായി, എടുക്കാത്ത ചരക്കായി കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മാറും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് മാറും. നിയമസഭയിൽ 60 സീറ്റിലും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ്. കോൺഗ്രസിൽ ചില പ്രവർത്തകർ ആരും ജനങ്ങളുമായി സംസാരിക്കുന്നില്ല, ജനങ്ങളുമായി ബന്ധമില്ല. കോൺഗ്രസിലെ ചില നേതാക്കളുടെ പേര് പറഞ്ഞ് ചിലർ നിൽക്കുന്നു, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല. ഈ രീതിയിൽ നീളുന്നു ഈ സ്വയം വിമർശനം. രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. എന്തായാലും 3ാം LDF സർക്കാർ ഉണ്ടാകുമെന്നാണ് ഈ 3 മാസം മുൻപ് പാലോട് രവി നടത്തിയ സംഭാഷണത്തിൽ പാലോട് രവിയുടെ അഭിപ്രായം. അല്പസമയത്തിന് തന്നെ പാലോട് രവി എന്തായാലും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറിയിട്ടുണ്ടോ എന്നറിയാം. എന്തായാലും 3 മാസം മുൻപ് ജലീൽ എന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനുമായി നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 8 മിനിറ്റോളം നീളുന്ന ഈ സംഭാഷണത്തിൽ പൂർണ്ണമായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസിലെ ഉൾപാർട്ടി തർക്കങ്ങളും തന്നെയാണ് ഏറ്റവും കൂടുതലായി പറയുന്നതും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3ാം LDF സർക്കാർ ഉണ്ടാകുമെന്നും അതിനുശേഷം കോൺഗ്രസ് എടുക്കാത്ത ചരക്കായി മാറുമെന്നുമാണ് DCC പ്രസിഡന്റ് കൂടിയായ പാലോട് രവിയുടെ അഭിപ്രായം. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയാണ്. എറണാകുളത്ത് ശക്തമായ മഴയുണ്ട്. തൂപ്പുമടി രാജീവ് ഗാന്ധി മിനി സ്റ്റേഡിയത്തിന് സമീപം പ്രൈവറ്റ് ബസിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. വാഹനത്തിന്റെ മേൽത്തട്ട് തകർന്നു എന്നിപ്പോൾ സൂര്യശ്രീ അറിയിക്കുന്നുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പേര് ചേർക്കാൻ 30 ദിവസമായെങ്കിലും നീട്ടണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPIMന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പോളിംഗ് ബൂത്തുകളിലെ വോട്ടേഴ്സിന്റെ എണ്ണം കൂട്ടിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനെന്നും VD സതീശന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂലൈ 23-ാം തീയതി പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല. ബൾക്കായിട്ടുള്ള പേരുകൾ ഉണ്ടായിരുന്ന പേരുകൾ എങ്ങനെ പോയി വോട്ടർ പട്ടികയിൽ നിന്ന്? 3-4 വർഷം മുമ്പ് മരിച്ചവരുടെ പേര് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ കിടക്കുകയാണ്. 15 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയുകയാണ്. ഒരു കാലത്തും ഇല്ലാത്ത നിബന്ധനകളാണ് ഉണ്ടായിരിക്കുന്നത്. 15 ദിവസം കൊണ്ട് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്? മഴക്കെടുതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. മലപ്പുറം വളാഞ്ചേരി എത്തിപ്പറ്റയിൽ തെങ്ങ് വൈദ്യുതി കമ്പിയിലേക്ക് കടപുഴകി വീണ അപകടം. 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് സമീർ അറിയിക്കുന്നുണ്ട്. ഇടുക്കി വെള്ളത്തൂവലിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള വീട് ഇപ്പോൾ അപകടാവസ്ഥയിലായി എന്നുള്ള വാർത്ത രാഹുൽ വിജയൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. മലപ്പുറം തൂവൂർ ഇർങ്ങാട്ടിരി മേഖലയിൽ കാട്ടാനകളുടെ പരാക്രമം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ 3 കാട്ടാനകൾ വാഹനങ്ങൾ തകർത്തു. ആനകളെ കാടുകയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. വനപാലകരും നാട്ടുകാരും ചേർന്ന് കാട് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാട്ടാനകൾ അക്രമാസക്തരായത്. ഈർങ്ങാട്ടിരി റോഡിലൂടെ പാഞ്ഞ് പിക്കപ്പ് വാൻ കുത്തിമറിച്ചിടാൻ ശ്രമിച്ചു. ഡ്രൈവർ വാഹനത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തുവൂർ പള്ളിപ്പറമ്പിൽ ആനകളെ കണ്ടത്. പിന്നീട് പല പ്രദേശങ്ങളിലൂടെ പോയി കരുവാരുകുണ്ട് ഈർങ്ങാട്ടിരിയിൽ എത്തുകയായിരുന്നു. നാടാകെ ഭീതിയിലാണ്. ഇപ്പോൾ വനമേഖലയോട് ചേർന്ന് പറയൻമേട് ഭാഗത്താണ് ആനകൾ ഉള്ളത്. കരുവാരുകുണ്ട് വനമേഖലയിൽ നിന്ന് കാട് മൂടിക്കിടക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ ഏറ്റെടുക്കുന്ന സ്ഥലത്തേക്ക് ആനകൾ ഇറങ്ങുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 24 മലപ്പുറം. തൃശൂർ പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പ് കടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട്. കുട്ടിക്ക് ആഞ്ജീവനം നൽകാതെ സമയം നഷ്ടപ്പെടുത്തി എന്നാണ് കണ്ടെത്തൽ. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടും മൗനം തുടരുകയാണ് ആരോഗ്യവകുപ്പ്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. മെയ് 24 കൃഷ്ണൻകോട്ട പാറക്കൽ ബിനോയിയുടെ മകൾ അൻവറിൻ ബിനോയ് എന്ന 3 വയസ്സുകാരിയെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ പാമ്പ് കടിച്ചത്. ബിനോയിയുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ ഇരുചക്രവാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ടോക്കൺ എടുക്കാൻ പറഞ്ഞ് കുടുംബത്തെ ക്യൂവിൽ നിർത്തി. കുട്ടിക്ക് പാമ്പുകടിയേറ്റെന്ന് പലതവണ പറഞ്ഞെങ്കിലും ആന്റിവെനം ഉൾപ്പെടെ നൽകിയില്ല. പാമ്പ് കടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ശ്വാസം മുട്ടിൻ്റെ മരുന്ന് എഴുതി. എൻ്റെ ഓക്സിജൻ ലെവൽ കുറയുന്നു കണ്ടപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങളെവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു. ഞങ്ങളിവിടുന്ന് പോയി ആസ്പത്രി ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറയണ ആൻറ്റിവെണ്ണം അല്ല കുത്തിയേക്കണേ, അവരൊരു വേറെ എന്ത് ശ്വാസം മുട്ടിൻ്റെ മരുന്നാണ് കുത്തിയേക്കണേ, അതുകൊണ്ട് ആണ് ആൻറ്റിവെൻ കുത്തിയിരുന്നെങ്കിൽ കൊച്ചിനെ കിട്ടിയേനെന്ന്. ബിനോയ് ഫോണിലൂടെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും
പാമ്പുകടിയേറ്റതിന്റെ ചികിത്സ നൽകിയില്ല. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അടിമുടി വീഴ്ചയുണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ട്. ഈ ആസ്പത്രിയിൽ നിന്ന് ഒരു നേഴ്സിനെ ഒരാളെ വരെയും അവർ ഞങ്ങളെ കൂടെ പറഞ്ഞില്ല. ഇത്ര സീരിയസ് ആയിട്ട് കൊണ്ട് ചെന്ന കൊച്ചിനെ നമുക്ക് പരമാവധി നീതി കിട്ടണം. അതായത് നാളെ ഒരു കൊച്ചിനെയും കൊണ്ട് അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടാണ്ടിരിക്കരുത്. ഡോക്ടർക്കെതിരെ നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയുണ്ടെങ്കിലും ആരോഗ്യവകുപ്പ് ഇപ്പോഴും മൗനം തുടരുകയാണ്. കുരുന്നു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ നിന്ന് മോചിതമാകാതെ കണ്ണീരിലാണ് കുടുംബം. സൂരജ് സജി, 24, തൃശൂർ. കാർഗിൽ യുദ്ധവിജയ സ്മരണയിൽ രാജ്യം. ധീര ജവാന്മാർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും. ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുള്ള ശക്തമായ മറുപടിയും സന്ദേശവുമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. കാർഗിൽ യുദ്ധസ്മരണകൾക്ക് ഇന്ന് 26 ആണ്ട്. നുഴഞ്ഞുകയറിയ ശത്രുവിനെ തുരത്തി ഇന്ത്യൻ സൈന്യം നേടിയ ഐതിഹാസിക വിജയത്തിന്റെ വാർഷികമായ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ച് രാജ്യം. കാർഗിൽ വിജയ് ദിവസ് ഭാരതത്തിന്റെ ധീരപുത്രന്മാരുടെ ധൈര്യത്തെയും വീര്യത്തെയും ഓർമ്മിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈന്യത്തിന്റെ അസാധാരണ ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമെന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യോമ നാവികസേനാ മേധാവികളും പുഷ്പചക്രമർപ്പിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ലഡാക്കിലെ ദ്രാസിൽ പുഷ്പചക്രമർപ്പിച്ചു. ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയെന്ന് കരസേനാ മേധാവി. ऑपरेशन सिंदूर के दौरान भी भारतीय सेना ने उसी अदम्य साहस और दृढ़ संकल्प के साथ पाकिस्तान समर्थित टेररिस्ट इंफ्रास्ट्रक्चर को निशाना बनाया और पाकिस्तान की अन्य आक्रामक कार्रवाइयों को प्रभावशाली ढंग से विफल करते हुए एक निर्णायक जीत हासिल की. വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ദ്രാസിൽ കാർഗിൽ വിജയ് ദിവസ് പദയാത്ര നടന്നു. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് നയിച്ച കാൽനടയാത്രയിൽ വിമുക്ത ഭടന്മാർ, സായുധ സേനാംഗങ്ങൾ, രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ എന്നിവർ പങ്കെടുത്തു. 24 ഡൽഹി. ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കുന്നു. മല്ലികട്ടയിലെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് മൊഴിയെടുപ്പ്. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ കൈപ്പറ്റി. ഇന്നലെ മംഗലൂരുവിലെത്തിയ SIT സംഘം രാത്രിയോടെ ധർമ്മസ്ഥല പോലീസിൽ നിന്ന് വിവരങ്ങൾ കൈപ്പറ്റിയിരുന്നു. പിന്നാലെ നടത്തിയ 2 യോഗങ്ങൾക്ക് ശേഷമാണ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചത്. രാവിലെ 11 മണിയോടെ അഭിഭാഷകർക്കൊപ്പം ഇയാൾ മല്ലിക്കട്ടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെത്തി. DIG MN അനുച്ഛേദിന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ്. മൊഴി പൂർണ്ണമായും വീഡിയോ റെക്കോർഡ് ചെയ്യും. മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാകും ധർമ്മസ്ഥലയിലെ പരിശോധനകളിലടക്കം തീരുമാനമെടുക്കുക. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം പിന്നീട് വ്യക്തമാകാൻ അടയാളം വെച്ചിട്ടുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവിടങ്ങളിലായിരിക്കും പരിശോധന. ബൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ പഴയ മിസ്സിംഗ് പരാതികൾ നൽകാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 24 ചെന്നൈ. തായ്ലൻഡുമായി നിരുപാധിക വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് കംബോഡിയ. ആഹ്വാനത്തോട് പ്രതികരിക്കാതെ തായ്ലൻഡ്. കംബോഡിയയുമായി അതിർത്തി പങ്കിടുന്ന 8 ജില്ലകളിൽ തായ്ലൻഡ് പട്ടാള നിയമം പ്രഖ്യാപിച്ചു. സംഘർഷത്തിൽ ഇതുവരെ ഇരു രാജ്യങ്ങളിലുമായി 32 പേർ കൊല്ലപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിൽ 2 ദിവസമായി അതിർത്തി സംഘർഷം തുടരുന്നതിനിടെയാണ് നിരുപാധിക വെടിനിർത്തലിനായി കംബോഡിയ സന്നദ്ധത അറിയിച്ചത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന മലേഷ്യയുടെയും ചൈനയുടെയും അമേരിക്കയുടെയും വാഗ്ദാനം തായ്ലൻഡ് നിരസിച്ചിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത്. തായ്ലൻഡിന്റെ തെക്കൻ തീരപ്രദേശത്തേക്ക് കംബോഡിയ ആക്രമണം നടത്തിയെങ്കിലും തായ്ലൻഡ് നാവികസേന ചെറുത്തുനിന്നതായാണ് റിപ്പോർട്ടുകൾ. സംഘർഷം രൂക്ഷമായാൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനിടയുണ്ടെന്ന് തായ്ലൻഡ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംതം വെച്ചായ്ചായ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ 100 വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള അതിർത്തി തർക്കം ഇടയ്ക്കിടെ
ഇടയ്ക്കിടെ സംഘർഷങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത് വീണ്ടും കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ബാങ്കോക്കിൽ നിന്നും ക്യാമറ കൈകാര്യം ചെയ്യുന്ന സുജാ സലിക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാൻ, 24. ഇപ്പോൾ ഫോൺ സംഭാഷണം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പാലോട് രവി, തിരുവനന്തപുരം DCC പ്രസിഡന്റ്, മാധ്യമങ്ങളെ കാണുന്നു. UDF അധികാരത്തിൽ വരണം എന്ന് വളരെ കൃത്യമായ സംഘടനാ നടപടി സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ ജില്ലയിലുള്ള മുഴുവൻ സീനിയർ നേതാക്കന്മാരും ഒരു ടീമായി നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുകയാണ്. അതിനകത്ത് 14 നിയോജകമണ്ഡലങ്ങൾക്കും ചുമതല കൊടുത്തു, പഞ്ചായത്തുകൾക്ക് ചുമതല കൊടുത്തു. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ റിസൾട്ട് നിങ്ങൾക്കറിയാം. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 വാർഡുകൾ 12 സെക്ടറുകളായി തിരിച്ച് 12 സീനിയർ നേതാക്കൾ ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് UDFന് തിരിച്ചു വരാൻ കഴിയത്തക്ക തരത്തിലുള്ള പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. സീനിയർ നേതാക്കൾ, കേരളത്തിലെ സീനിയർ നേതാക്കളാണ് ഈ കോർപ്പറേഷനെ 12ആയി തിരിച്ച് 12 സെക്ടറുകളിൽ ഇവർ നോക്കുന്നത്. നമുക്ക് ഈ സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ല എന്നും UDFന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ അനുകൂലമായി നിന്നിട്ടുള്ളൊരു ജില്ലയാണ്. വലിയ ആത്മവിശ്വാസം, 1546 വാർഡുകൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ പുനഃസംഘടന വരുന്നതിന് മുമ്പുണ്ടായി. 1546 വാർഡുകളിലും പാർട്ടി കമ്മിറ്റിയായി. 182 മണ്ഡലം കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു. 28 ബ്ലോക്ക് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു. നമുക്ക് ഏതാണ്ട് ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു ടീമായി നീങ്ങാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും പഞ്ചായത്തുകളിൽ, വാർഡുകളിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതാണ്. മുമ്പ് അതായിരുന്നില്ല. ഇവിടെ ഒരു ടീം ഇരുന്നു കൊണ്ടായിരിക്കും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷൻ പഞ്ചായത്തിലെ വാർഡുകളിൽ ആ വാർഡ് കമ്മിറ്റി കൂടിയിരുന്ന് വിശ്വാസ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. അപ്പോൾ എന്ത് വേണം? പഞ്ചായത്തിലുള്ള തർക്കങ്ങൾ തീരണം. ഏതെങ്കിലുമൊക്കെ വഴക്കുകളുണ്ടെങ്കിൽ, ഭിന്നതയുണ്ടെങ്കിൽ, പരസ്പര വിശ്വാസമില്ലായ്മയുണ്ടെങ്കിൽ തീർക്കണം. അതിനുള്ള ഏറ്റവും വലിയ തീവ്രമായ പരിശ്രമം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ടീം വർക്കായി പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സീനിയർ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ DCC പ്രസിഡൻ്റല്ലേ ഈ പ്രവർത്തകർ മുഴുവനും വിളിക്കും. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചപ്പോൾ അവർക്ക് പരസ്പരം ഉള്ള പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം, എന്നാലേ അസംബ്ലിയിൽ നമുക്ക് ജയിക്കാൻ പറ്റൂ. പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അവിടെയുള്ള ഭിന്നതകളെല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കണം. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ ആ ഒരു മുഖമാണ് പാർട്ടിയുടെ മുഖം. ഇതാണ് ഈ ജില്ലയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി താഴോട്ട് സംഘടനാ പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. അതുകൊണ്ട് എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തീരാം. നിങ്ങളത് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് ജയിക്കാൻ പറ്റില്ല. അത് അസംബ്ലിയെ ബാധിക്കും. ഈ ഒരു സന്ദേശമാണ് നമ്മൾ താഴോട്ട് നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തി വരുന്ന 4 അസംബ്ലി നിയോജകമണ്ഡലം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം, എന്തായിരുന്നു സ്ഥിതി? അപ്പോൾ എല്ലാവരോടും നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട്. അപ്പം എത്രമാത്രം ജനങ്ങളുമായി ബന്ധപ്പെടണം, എത്രമാത്രം ഭവന സന്ദർശനം നടത്തണം, താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിൽ എന്തെങ്കിലും സംഘടനാ ദൗർബല്യം ഉണ്ടെങ്കിൽ ആ സംഘടനാ ദൗർബല്യം തീർക്കണം. ഇത് താഴെത്തട്ടിൽ യോഗങ്ങൾ, നിരവധി യോഗങ്ങൾ, ക്യാമ്പുകൾ, പരിശീലന കളരികൾ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് പ്രവർത്തകൻ വിളിച്ചാലും ഇവിടെ നിന്ന് കൊടുക്കാനുള്ള സന്ദേശം അതേ ഉള്ളൂ. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിയെ ബാധിക്കും. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തിരിച്ചുവരവിനെ ബാധിക്കും. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഇല്ലാതാകും. ഇതാണ് ഇവിടെ നിന്ന് കൊടുക്കുന്ന സന്ദേശം. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ജില്ലയിലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നൊരു പ്രവർത്തകൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തോടും ഇത് ഇവിടെ നിന്ന് എല്ലാവരോടും ഇതാ പറയുന്നത്. പാർട്ടി യോഗങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ ഇതാണ് പറയുന്നത്. നിങ്ങൾ വളരെ ഗൗരവതരമായി കാണണം.
നമുക്കൊരു നല്ല ജാഗ്രതയുണ്ടാകണം. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ്. ആറ്റിങ്ങൽ പാർലമെന്റിൽ ഉണ്ടായത് നമ്മൾ കണ്ടില്ലേ? BJP ഇത്രയും വോട്ട് പിടിക്കുമെന്ന് ആരെങ്കിലും കണ്ടോ? അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കണം. ആ ജാഗ്രത ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഭരണം മാറണമെന്നാണ്, ഈ ഗവൺമെൻറ് മാറണമെന്നാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനം നടത്തി നല്ല ടീം വർക്കോടുകൂടി പ്രവർത്തിക്കണം എന്നൊരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഞാൻ വളരെ സീനിയർ മോസ്റ്റായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഈ ജില്ലയിൽ വളരെ സീനിയർ മോസ്റ്റായ ഒരാളാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന എൻ്റെ പേരിൽ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഞാനിതിനകത്ത് ഈ DCC പ്രസിഡന്റ് കസേരയിൽ വന്നതിന് അന്ന് മുതൽ വാർഡ് കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. നമുക്കിവിടെ ഈ പാർട്ടി തിരുവനന്തപുരം ജില്ല ഉമ്മൻചാണ്ടി ഒരാളിൻ്റെ ഭൂരിപക്ഷത്തിൽ, ഞാനും വന്ന MLA-യുമായിരുന്നു, കുറേ കാലം ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു. അന്ന് ഈ ജില്ലയിൽ നിന്ന് എത്ര MLA-മാരുണ്ടായിരുന്നു എന്നറിയാമോ? ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ 9 MLA-മാരുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദേശം ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുമ്പോട്ട് പോകണം. 2 പാർലമെന്റ് ഇലക്ഷനിലും BJP കേരളത്തിൽ ഏറ്റവും കൂടുതൽ തള്ളിക്കയറിയ ജില്ലയാണ് ഈ ജില്ല. എന്നിട്ട് ഞങ്ങൾ പാർലമെന്റ് 2 നിലനിർത്തി. ശ്രീ ശശി തരൂരിന് തിരുവനന്തപുരത്തെ 4 നിയോജകമണ്ഡലത്തിൽ വന്ന വ്യത്യാസം നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ 2 പാർലമെന്റും ഞങ്ങൾ നിലനിർത്തി. ഞങ്ങൾ ഈ അസംബ്ലിയിൽ വൻപിച്ച മുന്നേറ്റമുണ്ടാക്കും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഈ കോർപ്പറേഷൻ ഞങ്ങൾ 12 സെക്ടറുകൾ തിരിച്ച് ഞങ്ങൾ വർക്ക് നടത്തുന്നത്. നല്ല ഭൂരിപക്ഷം ഈ കോർപ്പറേഷനിൽ ഉണ്ടാക്കാൻ ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഈ ജില്ലയിലുള്ള ടീം ലീഡേഴ്സിനുണ്ട്. താക്കീത് നൽകുകയായിരുന്നു. ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഏതെങ്കിലും ഭിന്നതകൾ അതാത് സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ആ ഭിന്നതകൾ മാറ്റി നിങ്ങൾ ഒരുമിച്ച് നിന്ന് സംഘടനാ ദൗർബല്യം തീർത്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പ്രയാസമാകും എന്ന് പ്രവർത്തകരോട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറയുകയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ 2 തിരഞ്ഞെടുപ്പാണ്, കമ്മ്യൂണിസ്റ്റും UDF ആൻഡ് LDF, ഇപ്പോൾ BJP കൂടിയുണ്ട്. ഇതിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ നിന്ന് താഴെയുള്ള പാർട്ടി കമ്മിറ്റികൾക്ക് ഈ മെസ്സേജാണ്, ഓരോ പ്രവർത്തകൻ വിളിക്കുമ്പോഴും ഈ മെസ്സേജാണ് ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. KPCC-യിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന ഡയറക്ഷൻ എന്താണ്? വളരെ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഫാറം അടിച്ചു കൊടുക്കാൻ നോക്കില്ല. ഞങ്ങൾ 1,00,000 ഫാറം അടിച്ച് താഴോട്ട് കൊടുത്തു. ഈ DCC അടിച്ച് താഴോട്ട് കൊടുത്ത് എന്തിനാണെന്നറിയാം? ഓൺലൈനിൽ ഞങ്ങൾ വോട്ട് ചേർത്തു എന്ന് പറയാനല്ല, നിങ്ങൾ ചേർത്ത വോട്ടിൻ്റെ ലിസ്റ്റ് തിരിച്ചു വേണം. പാർട്ടി പ്രവർത്തകന്മാരെ തമ്മിലല്ല, ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ചത്. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണം. കാരണം എനിക്കതിനകത്ത് ഞാൻ അങ്ങനെ കാണുന്നത്, ഞാൻ വളരെ സീനിയർ മോസ്റ്റാണ് ഈ സംസ്ഥാനത്തെ പാർട്ടിയിലെ സീനിയർ മോസ്റ്റ് പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പാർട്ടി നേതൃത്വമായിട്ട് ആലോചിക്കണം. തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചില്ല. എനിക്ക് ഞാൻ DCC പ്രസിഡന്റാണ്. അങ്ങനെ ഞാനതാണ് വീണ്ടും പറയുന്നത്. കാരണം ഞാൻ DCC പ്രസിഡന്റ് ആയെന്ന് ഇതിനകത്തിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ പലർക്കും അറിയാം.